ഇന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ POയും ഞങ്ങളുടെ CDPO ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ് തുടങ്ങുന്നതിന് ഒരു 10 മണിയായി 10:30 ആയി തുടങ്ങിയപ്പോൾ. തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റായിരുന്നു ഇന്നലെ സാറേ, അപ്പോൾ ജനല വീണു. അപ്പോൾ പൊട്ടിയോന്ന് വെച്ചപ്പോൾ പൊട്ടിയില്ല. പകരം ഞങ്ങൾ അങ്ങനെ തന്നെ എടുത്തു വെച്ചു. അപ്പം ടീച്ചർ അപ്പോൾ പറയുകയും ചെയ്തു, എന്തെങ്കിലും ഇഴജന്തുക്കൾ കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അപ്പോൾ അങ്ങനെ കയറിയാലോ സാറേ എന്ന് പറഞ്ഞ് അവർ വെച്ചു എന്ന് പറഞ്ഞു എന്നോട്. വെച്ചിട്ട് ഇനി ഉച്ചയ്ക്ക് മദേഴ്സ് മീറ്റിംഗ് വിളിക്കാം, വിളിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഫണ്ട് സ്വരൂപിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് വിളിക്കണത്. ഞങ്ങൾക്ക് ടീ ബ്രേക്ക് ആയിരുന്നു ആ സമയത്ത്. ആ ടീ ബ്രേക്കിൻ്റെ സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ പാമ്പ് കയറി സാറേ, ഞാൻ ഒരു പാമ്പ് ഇരിക്കണോ എന്ന് പറഞ്ഞു. എൻ്റെ മക്കളെന്ന് പറഞ്ഞു. പിന്നെ ഫോൺ കട്ടായിപ്പോയി. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. PO ഉണ്ടായിരുന്നു. അപ്പോൾ POനെ സാറിനെ കണ്ടില്ല, CDPO അവിടെ സാറ് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അപ്പോൾ POനോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു വേഗം വിളിച്ചിട്ട്, ആദ്യം ഞാൻ POനെ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പം തന്നെ സെക്രട്ടറീനെ വിളിച്ചത്. അപ്പോൾ സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു റെസ്ക്യൂ ടീമിനെ വിളിക്ക്, എന്തായാലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ സാർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ റെസ്ക്യൂ ടീമിൻ്റെ ഫോൺ നമ്പറാണ് ആദ്യം തിരഞ്ഞത്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ വാർഡ് മെമ്പറിനെ വിളിച്ചപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞു ഇല്ല, റെസ്ക്യൂ ടീം ഇപ്പം തന്നെ വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ POനെ അറിയിച്ചത്. അപ്പോൾ PO പറഞ്ഞു എന്തായാലും നിങ്ങൾ ചെന്ന് നോക്കണം, എങ്ങനെയാണെന്നൊക്കെയുള്ള സിറ്റുവേഷനൊക്കെ എന്നോടത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് പോയതാണ്, അപ്പോൾ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല, പിന്നെ സാധനങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കൊരു റിസ്ക് ഫാക്ടർ ഉള്ളത് ഈ ചൂട് വരുമ്പോൾ ഈ മാറ്റൊന്ന് പൊന്തും, ഒരു ബൾജിങ് വരും. അപ്പോൾ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ബാക്ക് സൈഡ് പലപ്പോഴും ഹെൽപ്പർമാരാണെങ്കിലും അവർ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ വരുമ്പോൾ പറയാറുണ്ട്, നിങ്ങളവിടെ വാതിൽ തുറന്നിടരുത്, കുഞ്ഞു മക്കളാണെന്നുള്ളത് പറയാറുണ്ട്. പക്ഷേ ഒരു സ്ഥലത്തും ഇങ്ങനെ നമുക്കൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. നമ്മൾ തന്നെയല്ല, സേഫ്റ്റി ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലായിടത്തും നമ്മൾ വിസിറ്റ് കഴിയും, ഇവരോട് പ്രത്യേകം ചോദിക്കുകയും ചെയ്തതാണ്. പിന്നെ നമുക്ക് വേസ്റ്റ് മാറ്റാനായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം നമ്മൾ എടുത്തു, കാരണം അവിടെ ഇവിടെ ഒന്നും വേസ്റ്റ് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം. അപ്പോൾ ടീച്ചർ ഈ അപ്സെറ്റായി എന്ന് മനസ്സിലായി. പിന്നെ ഞാൻ വിളിക്കുമ്പോൾ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മെമ്പറെയാണ് വിളിച്ചപ്പോൾ മെമ്പർ ഒന്നുമില്ല, കുഴപ്പമില്ല, ഇപ്പം തന്നെ അവർ വരും എന്ന് പറഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ മെമ്പറിൻ്റെ ഫോണും സ്വിച്ച് ഓഫായി. പിന്നെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ലാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴും ടീച്ചർ കോൺഷ്യസ് അല്ല നന്നായിട്ട്. അപ്പോൾ ഞാൻ അടുത്ത സെൻറ്ററിലെ ടീച്ചർമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചർ നിങ്ങൾ പെട്ടെന്ന് എത്തണം, ഇങ്ങനെയുടെ അവസ്ഥ എന്നാണ്. ഇവർ സത്യത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് നാട്ടുകാർ കൂടിയപ്പോഴാണ് കുറച്ച് സെൻറ്ററുകളിലേക്ക് വിവരം പോയിട്ടുള്ളൂ, അല്ലാതെ പോയിട്ടില്ല. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു, നമ്മളുടെ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞു. പ്രസിഡന്റ് സ്പോട്ടിലെത്തി, പഞ്ചായത്തും നന്നായി സഹകരിച്ചു. നമുക്ക് ഇന്നലെ വൈകുന്നേരം വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഈ ജനല വീണപ്പോൾ എങ്ങനെയായിരിക്കാം വന്നത്. പിന്നെ നമുക്ക് വാതിലെല്ലാം നല്ല ക്ലോസ്ഡ് അല്ല, താഴെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിലും കയറി വരും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ഒരു വലിയൊരു അപകടം ഒഴിവായി, പക്ഷേ ഞങ്ങളെ ഞെട്ടലിൽ നിന്ന് മാറിയിട്ടില്ല. അതാണ് ഒരു അവസ്ഥ. ഇപ്പോൾ ദൈവത്തോടോ നന്ദി പറയുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞങ്ങളെ മറികടന്നതിന്. പക്ഷേ കുഞ്ഞുമക്കളുടെ കാര്യം ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടീച്ചർ ഇപ്പോഴും കോൺഷ്യസ് അല്ല.